ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമുക്ക് പാൽപ്പാട ഉപയോഗിച്ച് എങ്ങനെ മുഖക്കാന്തി വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണല്ലേ. എന്ത് പ്രോബ്ലം നമുക്ക് വരാതിരിക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. പ്രിക്കോഷനായിട്ട് പാൽപ്പാട ഇപ്പം മുഖത്ത് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല, നല്ല മുഖക്കുരുവില്ല, പാടുകളില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തവർക്കും ഈ പാൽപ്പാട ഉപയോഗിക്കാം കേട്ടോ. അത് നമുക്കൊരു പ്രിക്കോഷനായിട്ട്, അതായത് മുഖത്ത് ടാൻ വരാതിരിക്കാനും ചുളിവുകൾ വരാതിരിക്കാനും സ്കിൻ നല്ല ഗ്ലോ കിട്ടുന്നതിനും ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും നമുക്കൊരു ഒറ്റമൂലി പോലെ ഈ പാൽപ്പാട ഉപയോഗിക്കാം. മിൽക്ക് ക്രീം കേട്ടോ, മലായ് എന്നാണ് അതിനകത്ത് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഈ ക്രീമിൻ്റെ ഗുണം എന്താണെന്ന്, ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത്, ഇപ്പം നമ്മളിത് വെറുതെ കളയുവാണല്ലേ. മിക്കവാറും എല്ലാവരും ചായയും പാലും ഒക്കെ പാലൊഴിച്ച് ചായ എടുക്കും, എന്നിട്ട് അത് അരിച്ച് ഈ പാൽപ്പാടയൊക്കെ അങ്ങോട്ട് കളയും. അതാണ് ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷെ ഇനി തുടങ്ങി നിങ്ങൾ പാല് കാച്ചുമ്പോൾ പാലും ചായയും സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ഈ പാലിൻ്റെ പാട നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പാലിൻ്റെ പാട ഇങ്ങനെ മാറ്റി കൂട്ടി വെച്ചിട്ട് നമ്മൾ ചൂടാക്കി നെയ്യാക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക് അടുക്കളയിൽ അമ്മമാർക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് ഈ പാട നമ്മൾ കൂട്ടി അവിടെ വെച്ചേക്കണം. ബ്ലെൻഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം മിൽക്ക് ക്രീം ആവും. ഇത് ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മിക്കവാറും ഞാൻ എല്ലാവരോടും പറയുന്നത് 2-3 ദിവസമൊക്കെ പാക്ക് ഇട്ടാൽ മതി എന്നല്ലേ. പക്ഷേ പാൽപ്പാട നമുക്ക് ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്യാം. കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്ക് കേട്ടോ, ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി ഉള്ളവർക്ക് എന്തെങ്കിലും നമുക്ക് വേറെ പാക്കുകൾ മിക്സ് ചെയ്തിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് പാൽപ്പാട. മുഖക്കാന്തിക്ക് ഏറ്റവും നല്ലതാണ്. പണ്ട് മുതലേ നമ്മുടെ കഴിഞ്ഞ തലമുറ എല്ലാം ഉപയോഗിച്ചിരുന്നതാണ് ഈ പാൽപ്പാട. അതുകൊണ്ട് ഇനി ഇങ്ങനെ പാൽപ്പാട കളയരുത്, നിങ്ങളിങ്ങനെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കണം കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഈ പാൽപ്പാടയുടെ ഗുണങ്ങൾ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഇതിനകത്ത് ധാരാളമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ട് അല്ലേ. ഈ ലാക്റ്റിക് ആസിഡാണ് എല്ലാത്തിനും ഗുണം എന്ന് പറയുന്നത്. പ്രോട്ടീനുണ്ട്, അതുപോലെ കാൽസ്യം ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, B6 ഉണ്ട്, ഫോലേറ്റ് ഉണ്ട്. അങ്ങനെ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എങ്കിലും ലാക്റ്റിക് ആസിഡാണ് നമ്മൾ എടുത്തു പറയുന്നത്. നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ലാക്റ്റിക് ആസിഡ് നല്ലൊരു റെമഡിയാണ്. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് ഇതിൽ ഉള്ളതുകൊണ്ട്, അതുപോലെ പ്രോട്ടീനും മറ്റു പോഷണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെൽസ്, അതായത് ഡെഡ് സ്കിൻ. അപ്പോൾ ഡെഡ് സ്കിന്ന് ഞാൻ എപ്പോഴും പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു, അത് മലയാളം പറയാം. ഡെഡ് സ്കിന്ന് മലയാളം എന്താ പറയണേ, മൃതകോശങ്ങൾ എന്ന് പറയാം. പിന്നെ ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 3 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ നമ്മുടെ മേൽപ്പാളി സ്കിന്നിൻ്റെ അത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പുതിയ സ്കിൻ വരുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന സ്കിന്നിനാണ് ഡെഡ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ സ്കിന്ന് വരുന്നതിന്, അതായത് ഈ പിന്നെ ഡെഡ് സ്കിൻ പോയി പുതിയ സെൽസ് വരുന്നതിന് ലാക്റ്റിക് ആസിഡ് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്, അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുതിയ സ്കിൻ വരുമ്പോൾ എന്താ, ആ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. മാത്രമല്ല നമ്മുടെ പിന്നെ സ്കിന്നിലുള്ള സുഷിരങ്ങളൊക്കെ ഉണ്ടല്ലോ, സുഷിരങ്ങളൊക്കെ അതിലുള്ള എല്ലാവിധമായ പൊടി അഴുക്കുകളൊക്കെ പോകുന്നതിനും ഈ ലാക്റ്റിക് ആസിഡ് നല്ലതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സെൽസ് പെട്ടെന്ന് വരുന്നതിനും പഴയ സെൽസ് പോകുന്നതിനും മുഖത്തുള്ള സുഷിരങ്ങളൊക്കെ ചെറുതാവുന്നതിനും മുഖം ടൈറ്റ് ആവുന്നതിനും മുഖത്തിൻ്റെ ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും ലാക്റ്റിക് ആസിഡൊക്കെ മുഖത്തിൻ്റെ ഉറപ്പ്, ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും എല്ലാത്തിനും വളരെ നല്ലതാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, പിന്നെ ഉണ്ട് കേട്ടോ ഗുണങ്ങൾ. പിന്നെ നമ്മുടെ സൂര്യതാപം ഏറ്റ് ഉണ്ടാവുന്ന, അപ്പോൾ നമ്മൾ ഈ പാൽപ്പാട വരട്ടുമ്പോഴുള്ള ഗുണം എന്താണെന്നോ, നമ്മുടെ സ്കിന്നിനെ തണുപ്പിക്കുന്നുണ്ട് പാൽപ്പാട. അപ്പോൾ തന്നെ സൺബേണിനെ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും ധാതുക്കളും എല്ലാം നമ്മുടെ സ്കിന്നിലെ ജലാംശം നിലനിർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുന്നതിനും ഈ പാൽപ്പാട അത്യുത്തമമാണ്
കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ മോയ്സ്ചറൈസർ അതുപോലെ എണ്ണ ഒക്കെ നമ്മൾ മുഖത്ത് ഡ്രൈ ആകുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ. പക്ഷേ ഇതിലെല്ലാം നമ്മൾ ഡെയിലി പാൽപ്പാട, നമ്മൾ ഈ മിൽക്ക് ക്രീം, ഇനി പാൽപ്പാട അങ്ങനെ തന്നെ നമുക്ക് ഇടാം കേട്ടോ. അങ്ങനെ ക്രീമാക്കണമെന്നൊന്നുമില്ല. കുറച്ച് പാൽപ്പാട എടുത്ത് നമുക്കത് മുഖത്തും ചുണ്ടിലും ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഗുണങ്ങൾ മെയിനായിട്ട്. നല്ല മോയ്സ്ചറൈസറാണ്, തിളക്കം കിട്ടും, സ്കിന്ന് നല്ല ടൈറ്റാവും, സൺബേണിൽ നിന്ന് ഉള്ള പ്രിക്കോഷനുണ്ട്, അതുപോലെ പുതിയ സെൽസ് വരും പെട്ടെന്ന്. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഈ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പാൽപ്പാടയ്ക്കുണ്ട്. ഇപ്പം ഞാൻ സ്കിന്നിന് യാതൊരു പ്രോബ്ലം ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. റെഗുലറായിട്ട് പാൽപ്പാട ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ പ്രോബ്ലംസ് വരാതിരിക്കും. അതാണ് മെയിൻ പറഞ്ഞത്. ഇനി നമുക്ക് ഓൾറെഡി സ്കിന്നിൽ ടാനിങ് ഉണ്ട്, അതുപോലെ മുഖക്കുരു ഉണ്ട്, അതുപോലെ റിങ്കിൾസ് ഉണ്ട്, പിന്നെ ചുണ്ട് ഡ്രൈ ആണ്, ഇങ്ങനെയുള്ള ഓൾറെഡി നമുക്കുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഈ പാൽപ്പാടയിൽ മറ്റുള്ള പാക്കുകൾ മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ടാനിങ് തന്നെ വളരെ ഇങ്ങനെ കറുത്ത മുഖമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇരുണ്ടൊക്കെ ഇരിക്കുമല്ലോ സൂര്യപ്രകാശമായിട്ട്. ഇപ്പം നമ്മൾ അകത്തിരുന്നാലും ഏക്കും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ചൂട്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പാൽപ്പാട കുറച്ച് 1 സ്പൂൺ എടുക്കുക, തക്കാളി നീര് 1 സ്പൂൺ എടുക്കുക, അതിലേക്ക് നമുക്ക് കടലമാവോ അരിപ്പൊടി എന്തെങ്കിലും ഇട്ട് പാക്കാക്കിയിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നന്നായിട്ട് അത് പിന്നെ ഉണങ്ങുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഇതൊരു 2ഓ 3ഓ പ്രാവശ്യം. ഇപ്പം നിങ്ങൾക്ക് അധികം ടാനിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പാക്കായിട്ട് നമുക്ക് ഇടാം കേട്ടോ. ഇനി മുഖക്കുരു, അതിനോടനുബന്ധിച്ച ചൊറിച്ചൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി പേർക്കുണ്ടല്ലോ. അതിലേറ്റവും നല്ലതാണ് ഈ അതുപോലെ മുഖക്കുരൊക്കെ വരുമ്പോൾ വേറൊരു പ്രശ്നം, മുഖം വല്ലാണ്ട് അങ്ങ് ഡള്ളാവും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മുഖക്കുരു മൂലം ഉണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ മാറുന്നതിന് പാൽപ്പാടയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ മുഖക്കുരു ആണ്, ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് പാൽപ്പാട ഇടാവോ എന്നൊക്കെ ഒരു സംശയം വരുവേ. പക്ഷെ നിങ്ങൾ ധൈര്യമായിട്ട് ഇതിടാം. ഓൾ സ്കിൻ ടൈപ്പിന് നമുക്ക് ഈ പാൽപ്പാട ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഉള്ളത് സ്കിൻ വല്ലാണ്ട് ഡ്രൈ ആണ്, എപ്പോഴും സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കും ചിലവരുടെ അല്ലേ, നോർമൽ സ്കിന്ന്. അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് പാൽപ്പാടയിൽ തേൻ കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം. ഇത് നല്ല സ്കിന്ന് നല്ല ഗ്ലോ കിട്ടുന്നതിനും ഡ്രൈനെസ് പോകുന്നതിനും സ്കിന്നിൻ്റെ ഈർപ്പം നിലനിർത്തുന്നതിനും ഏറ്റവും നല്ലതാണ് പാൽപ്പാടയും തേനും കൂടെ മിക്സ് ചെയ്ത് മുഖത്തിടുന്നത്. ഓക്കെ. പിന്നെ ഇനി നിങ്ങൾക്ക് റിങ്കിൾസ് ഓൾറെഡി ഒരു 35 എബോവ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴ ജെല്ലിൽ പാൽപ്പാടയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ കറ്റാർവാഴ ജെല്ല് 1 സ്പൂൺ എടുക്കുക, അരിപ്പൊടി 1 സ്പൂൺ എടുക്കുക. പിന്നെ അതിനകത്തേക്ക് നമുക്ക് 1 സ്പൂൺ പാൽപ്പാടയും കൂടെ മിക്സ് ചെയ്യാം. റോസ് വാട്ടറിൽ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. റോസ് വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ നമുക്ക് റിങ്കിൾസ്, അതായത് റിങ്കിൾസ് വന്നാലും വന്നില്ലെങ്കിലും ഒരു എബോവ് 35 ഉള്ളവർക്ക് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചുണ്ടുകളിലെ ഡ്രൈനെസ് പോകുന്നതിന് പാലും തേനും കൂടെ, പാൽപ്പാടയും കൂടെ, പാൽപ്പാടയും തേനും കൂടെ മിക്സ് ചെയ്ത് ചുണ്ടുകളിലിടാം. പിന്നെ നമ്മുടെ കൈമുട്ട്, കാൽമുട്ട് ഒക്കെ ഉള്ള ഡ്രൈനെസ് ഉണ്ടല്ലോ, ഷോൾഡറിലൊക്കെ ഡ്രൈനെസ് വരുന്നിടത്തെല്ലാം നമുക്ക് പാൽപ്പാട നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വല്ലാണ്ട് ഇങ്ങനെ പോഷണക്കുറവ് മൂലം സ്കിന്ന് ഡള്ളായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവർക്കും റെഗുലറായിട്ട് പാൽപ്പാട നമുക്ക് മുഖത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പാൽപ്പാട എങ്ങനെ നമ്മുടെ മുഖക്കാന്തി വർദ്ധിക്കും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ആരും പാൽപ്പാട കളയരുത്. എല്ലാവരും ഈ ടിപ്സ് ഏറ്റവും എളുപ്പമാണല്ലോ, നമ്മുടെ വീട്ടിലെല്ലാം പാല് മേടിക്കുന്നതാണ്. അപ്പോൾ പാൽപ്പാട കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.